എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2154 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ പ്രീത M. ഉണ്ണി, ചീഫ് ഫിസിഷ്യൻ. ഡോക്ടർ പ്രീത M. ഉണ്ണീസ് സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി, DD വ്യാപാർ ഭവൻ കടവന്ത്ര ആൻഡ് IHMA ഭവൻ ഇടപ്പള്ളി. ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. 30 വർഷത്തിലധികം ചികിത്സാ പരിചയം. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് പ്രീത M. ഉണ്ണി ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. കേൾക്കുകയും കാണുകയും ചെയ്യാം അല്ലേ? അതെ, കേൾക്കുകയും കാണുകയും ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഇന്ന് ഈ ഒരു സെഷൻ ഇന്നത്തെ മൈൻഡ് ആൻഡ് ബോഡി റിലേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ മുമ്പ് ഇംഗ്ലീഷ് സെഷൻ എടുത്ത ഡോക്ടർ സംസാരിച്ച് ഞാൻ ലാസ്റ്റ് പോർഷൻ അത് കേട്ടു. ധനേഷ് ഡോക്ടർ പറഞ്ഞു, ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും സയന്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷനും ഒക്കെയാണ് ഹോമിയോപ്പതി എന്നുള്ള കാര്യം അദ്ദേഹം അഭിപ്രായപ്പെട്ടതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. നമുക്ക് ഓരോ പേഷ്യൻ്റ് വരുമ്പോഴും അവരുടെ സിംറ്റംസ് അത് നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ്, ഒരു കാൽക്കുലേഷനാണത്. എത്ര ദിവസം കൊണ്ട് എങ്ങനെ ഇതുപോലെ എന്നുള്ള ഒരു കാൽക്കുലേഷനും അതിലുപരി എന്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു കോസ് കണ്ടുപിടിക്കുക. അല്ലാതെ വെറുതെ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് ഒരു മീറ്റിങ്ങില് അലോപ്പതി ഡോക്ടറും അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് അലോപ്പതി ഡോക്ടർ ഞങ്ങളിപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പം ഹോമിയോപ്പതിക്കാര് ചോദിക്കുന്നുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മുഖം നോക്കിയല്ല, മുഖസൗന്ദര്യം നോക്കിയിട്ടല്ല, ഞങ്ങളത് സയന്റിഫിക്കലി ജീനോതെറാപ്പി നടത്തിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ജീനോതെറാപ്പി ചെയ്താലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ നമുക്ക് പേഷ്യന്റ് വന്നിരുന്ന് അവരുടെ ആ സിംറ്റംസ്, ബുദ്ധിമുട്ട് അവർ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നു എന്താണ് ഇവരിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം. അപ്പൊ രണ്ട് സിസ്റ്റവും സ്റ്റഡി ചെയ്തതിന്റെ വ്യത്യാസമാണത്. ഈസി ആയിട്ട് അവർ പറയുന്ന സിംറ്റത്തിൽ നിന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്നു. വേറെ ഫർദർ നമുക്ക് ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അത് സത്യത്തില് അതും ധനേഷ് ഡോക്ടർ പറഞ്ഞു, മോസ്റ്റ് മോഡേൺ മെഡിസിൻ ആയിട്ടല്ലേ സത്യത്തിൽ അത് സാധിക്കുന്നത്. ഒരു ടെസ്റ്റും ചെയ്യാതെ അവർ ജസ്റ്റ് ഒരു 4-5 സിംറ്റംസ് പറയുമ്പോൾ തന്നെ ഇന്ന രോഗമാണ്, ഇന്ന കോസ് കൊണ്ടാണ് അതുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ കോസിന് അഗൻസ്റ്റ് ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. അതിനുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിസിൻസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം മോസ്റ്റ് മോഡേൺ മെഡിസിൻ ആണ് ഹോമിയോപ്പതി. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് സയന്റിഫിക് കാൽക്കുലേഷൻസ് ആണ് ഹോമിയോപ്പതിയിൽ നടക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ മുഖസൗന്ദര്യം നോക്കി, ശരീരത്തിന്റെ സൗന്ദര്യം നോക്കി അല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലോട്ട്, മൈൻഡ് ആൻഡ് ബോഡി റിലേഷൻ. ഇന്ന് എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും ജസ്റ്റ് ഇപ്പൊ പഠിച്ചറിയുന്നവർക്കാണ് കൂടുതൽ അതിന്റെ നോളജ്. കാരണം അവരൊക്കെ ഓർഗനോണ് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇറങ്ങുന്നവരാണ് ഇപ്പോഴൊക്കെ ഉള്ള ആൾക്കാർ. നമ്മൾ പഠിച്ചിട്ടില്ല എന്നല്ല, അഡ്വാൻസ് ആയല്ലോ, ഓരോ കാര്യത്തിലും അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ബയോകെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു സബ്ജക്റ്റ് തന്നെയാക്കി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം കൂടുതലായിട്ടുള്ള നോളജ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഹോമിയോപ്പതി സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റിന്റെ പഠിപ്പിക്കുന്ന ആ രീതി കൊണ്ട് അവർക്ക് കൂടുതൽ നോളജ് ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സും, എല്ലാ ഹോമിയോപ്പതി 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ പല ബുക്കുകളിലായിട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൈൻഡ് ആൻഡ് ബോഡി റിലേഷൻ. എല്ലാ ഡിസീസും മെന്റൽ തോട്ട്സ്, മൈൻഡിൽ നിന്നാണ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അക്യൂട്ട് ആയിക്കോട്ടെ, ക്രോണിക് ആയിക്കോട്ടെ. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ അതാണ് മൈൻഡ് നമുക്ക് വിടാൻ, ഒരു അക്യൂട്ട് കേസ് വരുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് മെന്റൽ കണ്ടീഷനിലേക്ക് നമ്മൾ പോകാറില്ല.
പക്ഷേ ഒരു അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് മാക്സിമം 24 hours ടു ഒരു നിയർ ഒരു 3 days മാക്സിമം. ഒരു ഫീവർ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് വന്നാൽ ആ ഫീവർ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് 24 hours ശേഷം ഒന്നിൽ അവരോട് ഇത്ര സമയത്തിനകം ജസ്റ്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പറയണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവരോട് ചോദിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയുണ്ട് കുട്ടിക്ക് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്നുള്ള കാര്യം. അതിലില്ല ഡോക്ടർ ഇപ്പം ഫീവർ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ സിംറ്റംസ് കുറവാണ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക. 3-4 days കൊണ്ട് കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആകും. ടെമ്പറേച്ചറൊക്കെ 24 hours കൊണ്ട് തന്നെ നിൽക്കും. ബാക്കിയുള്ള കംപ്ലൈൻസ് കൂടെ അങ്ങ് മാറിപ്പോക്കോളും. പക്ഷേ അത് ക്രോണിക് ആയിട്ടുള്ള ഒരവസ്ഥ. കാരണം എൻ്റെ അടുത്ത് ഞാനത് പിന്നെ കേസ് സ്റ്റഡിക്കകത്ത് ഞാനത് പറയാം. 1 month ഫീവർ നിന്ന ഒരു കേസുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു 4 days കൊണ്ടൊക്കെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് തന്നെ പറയണം, ഒരു 3 days കഴിയുമ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. മാറിയില്ലെങ്കിൽ ഒന്നുകൂടെ വരാൻ പറയണം. അവരിലുള്ള ആ മെന്റൽ സിംറ്റംസും കൂടെ എടുത്ത് വേണം പിന്നെ മുമ്പോട്ട് നീങ്ങാൻ. മെന്റൽ സിംറ്റംസ് എടുക്കുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞു. അതിന്റെ ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ അക്യൂട്ടായിട്ട് കഴിച്ച മെഡിസിനോട് റിപ്പീറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതങ്ങ് മാറിക്കിട്ടും. അപ്പം ഞാൻ പല സെഷനിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പേഷ്യൻസിനെ മിസ്സാകാതിരിക്കാനുള്ള ചില പൊടിക്കൈകളിലെ ഒരു സംഭവമാണിത്. നമ്മൾ അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിച്ചെന്ന് കരുതി യാതൊരു നാണക്കേടുമില്ല. കാരണം ആ പേഷ്യന്റ് മിസ്സാകാതിരിക്കും. മറ്റുള്ള സിസ്റ്റം ഓഫ് മെഡിസിനിലൊക്കെ അവര് ഒരു പേഷ്യന്റിനെ മിസ്സാകാതിരിക്കാൻ പല കളികളും നടത്തുന്നുണ്ട്. അതിലെ ഒന്നാണ്, ഒരാൾക്ക് നടക്കത്തില്ലെങ്കിൽ അതേ സിസ്റ്റത്തിൽ തന്നെയുള്ള ഡോക്ടറെ അടുത്തോട്ടാണ് വിടുന്നത്. അങ്ങനെ അവിടെ മിസ്സായി പോകുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളും വളരെ സൂക്ഷിച്ചോണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ കട്ടിങ് കണ്ടു. അതിൻ്റെ അകത്ത് പനി കേസസ്, നേരത്തെ ആയുഷിൽ എന്തുമാത്രം പനി വരും എന്നുള്ളത് അവര് അതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല. അലോപ്പതി കേസസിൽ മാത്രം വരുന്ന ഇത്ര പനിക്കാർ, ഇപ്പൊ മൺസൂൺ സീസൺ ആണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് വരുന്ന പനി അവിടെ വരുന്നത് മാത്രമാണ്. ഇപ്പൊ അങ്ങനല്ല, ആയുഷിന്റെ എല്ലാം പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സിന്റെ അടുത്തുനിന്ന് പോലും ആ ഒരു റിപ്പോർട്ട് എടുക്കണം എന്നുള്ള ഒരു സംഭവം വന്നിരിക്കുകയാണ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് വരുമെന്നുള്ള കാര്യം പിന്നെ നമുക്ക് അത് ചർച്ച ചെയ്ത് വേണം ഒന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് എല്ലാ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ, ഞാനത് പറയുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അവരുടെ ബുക്കിലെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. പല അഫോറിസത്തിൽ പറയുന്നുണ്ട്, അല്ലാതെ തന്നെ ബുക്ക് അവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അഫോറിസം 9 വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, in a healthy state, the spiritual vital force rules the material body so that our reasons gifted mind can use the body as a healthy instrumental for life. ഞാനത് അഫോറിസം അങ്ങ് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്തെ കാമ്പായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ഹെൽത്തി ഇൻസ്ട്രുമെന്റ് ഓഫ് ആ ബോഡിയെ കൺട്രോൾ ചെയ്ത് പോകുന്നത്, മെറ്റീരിയൽ ബോഡിയെ കൺട്രോൾ ചെയ്ത് പോകുന്നത് ഈ മൈൻഡ് തന്നെയാണ്. അപ്പൊ ആ മൈൻഡിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള അവസ്ഥയിൽ എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആ ബോഡിയിലുള്ള സിംറ്റത്തിന് മാത്രം കൊടുത്താൽ അത് ഹോമിയോപ്പതിക് വേ ഓഫ് ട്രീറ്റ്മെന്റ് അല്ല, അതാണ് കൺവെൻഷണൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. അത് കാരണം എന്താണ്, പുറത്തുള്ള സിംറ്റംസ് ഒക്കെ അങ്ങ് പോയില്ല. ചെടികളുടെ കാര്യം പറഞ്ഞ പോലെ കളയുടെ വേര് താഴെ നിൽക്കുന്നുണ്ട്, പുറത്തേത് കട്ട് ചെയ്തങ്ങ് മാറ്റി, പുറത്ത് നിൽക്കുന്ന ചെടിയുടെ ഭാഗം കട്ട് ചെയ്തങ്ങ് മാറ്റി, വീണ്ടും ഒരു മഴ പെയ്താൽ മതി, ഇത് പിന്നും പൊട്ടിമുളച്ചു വരും. അപ്പൊ ഒരു പെർമനൻസി കിട്ടുന്നില്ല. ആ പെർമനൻസി കിട്ടണമെങ്കിൽ നമ്മൾ ആ മെന്റൽ കംപ്ലൈന്റ് തന്നെ എടുത്തു വേണം നോക്കാൻ. അതുപോലെ അഫോറിസം 15 പറയുന്നുണ്ട്, ദ വൈറ്റൽ ഫോഴ്സ് ആൻഡ് ദ മെറ്റീരിയൽ ഓർഗാനിസം ഫോം എ കംപ്ലീറ്റ് യൂണിറ്റി. അപ്പൊ ഇത് രണ്ടല്ല, ഒന്നാണ്. മൈൻഡ് ആൻഡ് ബോഡി അത് ഒറ്റയൊരെണ്ണമാണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് വിട്ടുപോകരുത്. മെന്റൽ കണ്ടീഷൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ ക്രേവിങ് എന്താണ്, അവേർഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ഈ സിസ്റ്റം ബൈ സിസ്റ്റം എടുത്തപ്പോൾ ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കൊണ്ടാണ് വരുന്നെങ്കിൽ കൂടുതലും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലോട്ട് അങ്ങ് പോകും. അവരുടെ മെന്റൽ കണ്ടീഷൻ കൊണ്ട് ഒരുപാട് പേർക്കും ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ടാകുന്നുണ്ട്. ആ മൈൻഡൂടെ പ്രത്യേകം ചോദിച്ചു വേണം പോകാൻ. മെന്റൽ കണ്ടീഷൻ എടുത്തിരിക്കണം. ഈവൻ ദോ അവർ മൈൻഡ് സെപ്പറേറ്റ്സ് them into 2 distinct concepts to understand them easily. ഇതിന്റെ അകത്തും എല്ലാം മീൻ ചെയ്തിരിക്കുന്നത് ഒരേ അർത്ഥമാണ് മീൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ അഫോറിസം 215 പ്രത്യേകം പറയുന്നുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രീറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലിൽ മാത്രമാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ആ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞ അതേ മീനിങ് ആണ്.
ആൻഡ് ഗീവ്സ് നോ ഇമ്പോർട്ടൻസ് ടു മെന്റൽ സ്റ്റേറ്റ്. മെന്റൽ സ്റ്റേറ്റിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ബട്ട് ദ ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് മെഡിസിൻ കൺസിഡർ ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് ഹാവിങ് ആൻ ഇൻഡിവിജ്വലൈസ് അപ്രോച്ച്. ആ ഇൻഡിവിജ്വലൈസേഷൻ എന്താ ഉണ്ടാകുന്നത്? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ ഒരേ കംപ്ലൈൻസാ കാണിക്കുന്നതെങ്കിലും അവരുടെ ഓരോ മെന്റൽ തോട്ട്സും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ആ മൈൻഡ് എടുക്കാതെ നമ്മൾ ചെയ്യരുത്. ഞാനത് വീണ്ടും ഒരു ഒരു കേസ് ഒന്ന് പറയുകയാണ്. സ്വയം പരീക്ഷിച്ച് നോക്കേണ്ടതാ. ഇത്തവണ ഞാനും അത് പരീക്ഷിച്ച് നോക്കി. ജസ്റ്റ് ആ ഒരു ജൂണിന്റെ ഒരു ഏകദേശം 1 വീക്ക് കഴിഞ്ഞപ്പം ഫീവർ വരുന്ന, അതായത് വൈറൽ ഫീവർ ആണ്. ഈ ജൂൺ ജൂലൈ മാസം വൈറൽ ഫീവർ ആണല്ലോ കൂടുതലും വരുന്നത്. ആ സമയത്ത് കുറെ പേര് അടുപ്പിച്ച് വന്നപ്പോഴത്തേന് എനിക്കും ചെറുതായിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ലാരിങ്സിൽ ഒരു ഇറിറ്റേഷൻ പോലെ. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഇറിറ്റേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മെഡിസിൻ കഴിക്കും. കാരണം അതങ്ങോട്ട് പ്രൊലോങ് ചെയ്ത് പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് കഴിക്കുന്നത്. ഇത്തവണ ഞാൻ എൻ്റെ മനസ്സിനെ വളരെയധികം അങ്ങ് ശക്തിപ്പെടുത്തി. വരത്തില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞങ്ങ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതൊരു ഡിസീസ് വരുമ്പോഴും എനിക്കത് അഫക്റ്റ് ചെയ്യത്തില്ല. ആ ഒരു ഡിസീസിന്റെ കാര്യമേ ചിന്തിക്കത്തില്ല. ഒരു ചെറിയ ഇറിറ്റേഷന് ലാരിങ്സിലുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. സാധാരണ ഞാൻ പെട്ടെന്ന് ആവി പിടിക്കും, മെഡിസിനും കഴിക്കും. ഇത്തവണ അത് രണ്ടും ചെയ്തില്ല. ചൂടുള്ള ഭക്ഷണം കഴിച്ചു, കൂടുതൽ അവേഴ്സ് ഉറങ്ങി. അത് മാത്രമാണ് ഞാനൊന്ന് ചെയ്തത്. അതിന്റെ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു കോൾഡ്, ആ ഒരു സിംറ്റം, സാധാരണ അങ്ങനെ ഒന്ന് വന്നാല് ചെറിയ രീതിയിൽ ഒരു 3-4 ദിവസം എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് അങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ ഒന്നും തന്നെ വന്നില്ല. അപ്പം മൈൻഡിനെ എത്രമേൽ നമ്മൾ ശക്തപ്പെടുത്താവോ അത്രയും ശക്തിപ്പെടുത്തി നിർത്തിയാൽ ഒരു ഡിസീസ് തുടങ്ങുമ്പോൾ തന്നെ ആ ഡിസീസ് എനിക്കില്ല എന്നുള്ളത് നമ്മുടെ ശരീരത്തിനെ നമ്മൾ മനസ്സിനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ ശരീരത്തിൽ അത് വരികയില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത്തവണ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇനി ഏതൊരു ഡിസീസ് വന്നാൽ തന്നെ ആണെങ്കിലും മനസ്സിന്റെ പാനിക്കാകരുത്. എന്തെങ്കിലും ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും ശക്തമായിട്ട് തന്നെ, അതില്ല അത് നിസ്സാരം, അത് ഇത്രയും അല്ലെങ്കിൽ 3 days കഴിയുമ്പോൾ മാറും, ആ ഒരു കാര്യം നമ്മൾ തന്നെ പലതവണ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പം വിതൗട്ട് മെഡിസിൻ തന്നെ നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. അതായത് മനസ്സിനെ ശക്തപ്പെടുത്തുക, അതാണ് ഒരു അപ്പൊ വരുന്ന ആൾക്കാരോടും അത് പ്രത്യേകം അവരോട് ശക്തപ്പെടുത്തുന്ന 4 പ്രാവശ്യം പറഞ്ഞാലൊന്നും ശക്തമാകത്തില്ല. അതിൽ നിന്ന് കരകയറാൻ, ആ മനസ്സിനെ ചഞ്ചലപ്പെടുത്താതെ കരകയറാനുള്ള മാർഗം അവർക്ക് പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് കൊടുത്താൽ അവരും അതനുസരിച്ച് നിൽക്കും. അപ്പൊ നമുക്കൊരു 4 ദിവസം കൊണ്ട് ക്യൂർ ചെയ്ത് കൊടുക്കേണ്ടത് 2 ദിവസം കൊണ്ട് ക്യൂർ ആയിട്ട് അങ്ങ് പോകും. അതും നമുക്കൊരു പേരാണ്, കാരണം പെട്ടെന്ന് അങ്ങ് മാറും എന്നുള്ള ഒരു കാര്യം. പാനിക്കാക്കാതിരിക്കുക. അതുപോലെ വരുന്നവർ, ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഇത് കണ്ടിട്ടുണ്ട്, വരുന്നവരെ അങ്ങ് കുറ്റപ്പെടുത്തി അങ്ങ് സംസാരിക്കും. ഒരുപാട് വഴക്കും പറയും, ഇന്ന രീതിയിലാണ്, ഇതുപോലാണ് എന്നൊക്കെയുള്ള തരത്തിൽ അവര് സംസാരം വരും. അങ്ങനെ അവരെ ആ തരത്തില് ഒന്ന് ഇൻസൾട്ട് ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ, കാരണം വയ്യാതാണല്ലോ വരുന്നത്, അപ്പൊ കുറച്ച് വഴക്കൂടെ അങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, വളരെ സുഖമല്ലേ. അവർക്ക് ആ മനസ്സിന് വേണ്ട ധൈര്യം കൊടുത്തും വളരെ സന്തോഷിപ്പിച്ചും നമ്മൾ സംസാരിച്ച് സമാധാനപരമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ അവർക്കും ഈ പറഞ്ഞതുപോലെ എടുക്കേണ്ട ടൈമിന് വളരെ മുമ്പ് തന്നെ ക്യൂറായി പോകുന്നതായിട്ട് ഒരുപാട് കേസസിലും അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ അക്യൂട്ടിന്റെ പലതും പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് പെയിനും, ഇതൊക്കെ ഫീവർ ആണ്, എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പൊ തന്നെ ഒരു വൈറൽ ഫീവറിന്റെ കാര്യം പബ്ലിക്കിന് തന്നെ അറിയാം. വിത്ത് ഓർ വിത്തൗട്ട് മെഡിസിൻ 7 days എന്ന് പറയും. അപ്പൊ അത് 3-4 ദിവസം എടുക്കും ആ ബോഡി പെയിനും ഒക്കെ മാറി വരാൻ, ക്ഷീണം മാറി വരാൻ ഒരു 4-5 ദിവസം എടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് അതൊരു അവയർനെസ് ഉണ്ട്. പക്ഷെ ഒരു പെയിനായിട്ട് വരുന്ന അവസരത്തിൽ, ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അബ്ഡമിനൽ കോളിക്ക് ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തലവേദന, സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ്റെ സിവിയർ തലവേദന, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോൾ, അതുപോലെ നിർത്താതെ വൊമിറ്റ് ചെയ്യുക, ലൂസ് മോഷൻ, ഇങ്ങനെയൊക്കെയുള്ള അവസരത്തില് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് അതിൽ ഏറ്റവും കൂടുതൽ വിഷമമാണ് ഈ വേദനയുള്ള അവസ്ഥ എന്ന് പറയുന്നത്. റിലീഫ് കൊടുക്കണം ആ പെയിനിൽ നിന്ന്. അപ്പം ആ പെയിന്റെ കോസ് എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അവർക്ക്, പ്രത്യേകിച്ച് പെയിന്റെ കാര്യം പറയുമ്പം ഒരുപാട് പേർക്കും ടെൻഷൻ, ഹെഡേക്ക് എന്ന് പറയും. അപ്പം അവരോട് അതാ ഞാൻ മെന്റൽ കണ്ടീഷൻ അവിടെ എടുക്കണമെന്ന് പറയുന്നത്. ആ മെന്റലി ഉള്ള എന്താണ് നിങ്ങൾക്ക് ഈ ഇപ്പൊ ഉള്ള ആ ഡിസ്റ്റർബൻസ് അവരോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറയും. പാസ്റ്റ്, അതായത് വളരെ കാലം ക്രോണിക് ആയിട്ടുള്ള മനഃപ്രയാസം നിൽക്കുന്നതും പറയും, തൽക്കാലം ഇപ്പൊ അക്യൂട്ടായിട്ടുണ്ടായ കംപ്ലൈന്റും പറയും.
അപ്പൊ അതിന് നമ്മൾ അവരെ പറഞ്ഞ് എന്താ അവരുടെ മനസ്സിനെ എങ്ങനെയാണ് ഓൾട്ടർ ചെയ്തെടുക്കാനെന്നുള്ള രീതിയിലുള്ള അഡ്വൈസും കൊടുക്കണം, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കണം. അപ്പോഴേ ആ പെയിൻ നിൽക്കത്തുള്ളൂ. ഞാനത് ഉദാഹരണമുണ്ട്, ഞാനത് പറഞ്ഞു തരാം. മറ്റുള്ള മെഡിസിൻ കൊടുത്തിട്ടും നിൽക്കാതെ മെന്റൽ കണ്ടീഷന് മാത്രം, അതായത് മൈൻഡിനെ ട്രീറ്റ്, കോസ് മൈൻഡിലാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, മൈൻഡിൽ നിന്നാണ് രോഗം തുടങ്ങുന്നത്. അപ്പൊ കോസ് ആ മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ കോസിന് ട്രീറ്റ് ചെയ്താൽ മതി. അത് എന്തുമാത്രം ഫിസിക്കലി വേറെ കംപ്ലൈൻസ് ഉണ്ട്. ചിലപ്പം നമ്മൾ സിമിലിമ എടുത്ത് വരുന്ന ആ മെഡിസിന് അകത്ത് ആ ഫിസിക്കലി ഉള്ള കംപ്ലൈൻസ് ചിലപ്പോൾ ഇല്ലായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒട്ടുമില്ലല്ലോ, ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഒന്നും പറയാത്ത ഒരു മെഡിസിൻ ആണല്ലോ വന്നത്. പക്ഷെ അല്ല, ആ മെന്റൽ കംപ്ലൈന്റിന് വേണം നമ്മൾ ഫസ്റ്റ് ഊന്നൽ കൊടുക്കാൻ. ആ മെന്റൽ കണ്ടീഷന്റെ ആ ഒരു ഡോസ് മരുന്ന് അങ്ങ് ചെല്ലാവുന്നുണ്ടെങ്കിൽ അത്ഭുതം. നമ്മൾ വിചാരിക്കും ഇതിന് ബോറിക്ക് എടുത്താലോ കെൻഡെടുത്താലോ ഒന്നും ഈ ഒരു സിംറ്റം പോലും ഇല്ലല്ലോ ഇതിന്റെ അകത്ത്. പക്ഷെ ആ ഫിസിക്കൽ കംപ്ലൈന്റ് അവർക്ക് മാറിപ്പോകുന്നതായിട്ട് കാണാം. അതുപോലെ ചിലരില് ഒരുപാട് ചിന്തിച്ചാണ് അവരുടെ ആ മൈൻഡ് കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഡിസീസ് ഉണ്ടാകുന്നതെങ്കിൽ ഫിസിക്കലി ഉള്ള സിംറ്റംസ് വരുമ്പോഴത്തേന് ആ മെന്റലി ഉള്ള ഡിസ്റ്റർബൻസ് അങ്ങ് മാറുന്നതായിട്ട് കാണാം. പക്ഷേ അവിടെ ഉണ്ടത് ഓൾറെഡി. അപ്പൊ ഇതിനു മുമ്പ് എന്താ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നത്? ഇപ്പൊ ഞാൻ മെന്റലി വളരെ ഫ്രീ ആന്ന് പറയും. പക്ഷേ 2-3 ദിവസം മുമ്പ് എന്താ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അവർ പറയും അത് ഇന്ന കംപ്ലൈന്റാ ഉണ്ടായി എന്നുള്ളത്. ചിലർക്ക് അങ്ങനെ കാണാം. ഫിസിക്കൽ സിംറ്റംസ് വന്നു കഴിയുമ്പം ഓൾട്ടർനേറ്റീവ് ചെയ്ത് ചിലർക്ക് മാനി ആൻഡ് പെയിൻ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് പലതും ഉണ്ടല്ലോ, അങ്ങനെ കാണാം. എന്നാലും നമ്മൾ ചോദിക്കണം. അപ്പൊ എന്നായി തുടങ്ങിയത്? 3-4 ദിവസം മുമ്പ്. അന്ന് എന്തെങ്കിലും ഉണ്ടായോ? അപ്പൊ അതിന് ആ മെന്റൽ കണ്ടീഷൻ എന്താണ് ഉണ്ടായത്? ഫൈനാൻഷ്യലി ഉള്ള ലോസ് ആണോ സംഭവിച്ചത്? അതോ വീട്ടിലെ വളരെ ബുദ്ധിമുട്ടുള്ള വേറെ അല്ലെങ്കിൽ എക്സാമിന് തോറ്റതാണോ? ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ അറിഞ്ഞു വേണം അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഏറ്റവും ഇന്ന് ഭയപ്പെടുന്ന ഒരു സംഭവമാണ് ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന്റെ മൂലകേതു എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വൺ ഡിപ്രഷൻ ആൻഡ് റിവഞ്ച്. ഇത് രണ്ടുമുള്ള ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന പല ക്യാൻസറസ് കണ്ടീഷനിലും അവരുടെ മെന്റൽ കണ്ടീഷൻ എടുക്കുമ്പോഴത്തേന് അതിലെ 3 പേർക്ക് ഡിവോഴ്സ് കഴിഞ്ഞവർക്കായിരുന്നു. ആ ഡിവോഴ്സ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്കറിയാമല്ലോ, അത് റിവഞ്ചും ആ വ്യക്തിയോടുള്ള ദേഷ്യത്തിന് നമുക്ക് തിരിച്ച് നല്ല റിവഞ്ചും ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്രഷനും ഉണ്ടാകും. ദുഃഖകരമായ അവസ്ഥയും കൂടെ ആണല്ലോ. ഇത് രണ്ടും പ്രൊലോങ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരുന്നാൽ അവരുടെ മെന്റൽ കണ്ടീഷൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണത്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്ന 2-3 പേരിൽ ഞാനത് കണ്ടു. അപ്പൊ ഇങ്ങനൊക്കെയുള്ള വികാരം ഞാനത് പറയുന്നത്. അപ്പൊ ആ തരത്തില് റിവെഞ്ച് കൊണ്ട് നടക്കുന്നവര്, ദേഷ്യം കൊണ്ട് നടക്കുന്നവർ, ചിലർക്ക് എത്ര പറഞ്ഞാലും അതങ്ങ് മാറത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആ ഒരു പ്ലാറ്റിന ആണെങ്കിലും സെപ്പിയ ആണെങ്കിലും ഇങ്ങനൊക്കെ ഉള്ളവർ ഇത് ക്യാരി ചെയ്യുന്നത്. അതൊക്കെ അങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞാലും ഒന്നും വിട്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടു നടക്കുന്നവരില് കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻസറസ് കണ്ടീഷൻ. അത് അതിന്റെ അനുഭവത്തിൽ പലർക്കും അങ്ങനെ കണ്ടതിലാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. അവരോട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കണ്ടീഷനിലുള്ളവരോട് പറയണം, മനസ്സില് പിന്നെ ക്ഷമ വേണം എന്ന് നമുക്ക് പറയണം. പക്ഷെ ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുമോ? അതുപോലെ ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരാളോട് ഒരു കുറ്റം ചെയ്താൽ അവരോട് ക്ഷമ ചോദിക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ക്ഷമ ചോദിച്ചാൽ തന്നെ അവർ ക്ഷമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ ഈ ക്ഷമ ചോദിച്ചാൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ക്ഷമിക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അല്ലാതെ ആ ചോദിക്കുന്ന ആൾക്കാർ ക്ഷമിച്ചോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് അളവുകോലിൽ നിന്ന് ഒരു മാർഗവും ഇല്ല. അപ്പൊ അവരോട് ആ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ ക്ഷമിക്കും. കാരണം നമ്മൾ ഫ്രീ ആയി പിന്നെ. അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളവർ വരുമ്പം ഈ തരത്തിൽ ആ മെഡിസിൻസ് ആക്ട് ചെയ്യും എന്നിരിക്കലും അവർക്ക് ഈ അഡ്വൈസും കൂടെ കൊടുത്തു വിട്ടാല്, നമ്മൾ പറയുമല്ലോ, ഒരു അഡ്വൈസും മെഡിസിനും കൂടെ ആകുമ്പോഴത്തേന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓരോരോ കാര്യത്തിനും നീക്കുപോക്കുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് ആൾക്കാർക്കുണ്ട് ഇൻസൾട്ട് താങ്ങാൻ വയ്യാത്ത ആൾക്കാർ. കൊച്ചു കാര്യം ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ തമാശനൊന്ന് കളിയാക്കുന്നതായിരിക്കാം. എനിക്ക് ഈ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെന്ന് വെച്ചാൽ 10-22 വയസ്സേ ഉള്ളൂ. അതാ ഞാൻ പയ്യൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. വിട്ടുമാറാത്ത ചുമയായിരുന്നു. അതായത് അവിടെ ജോലിക്ക് അപ്പൊ ഇവ വന്നു. ആദ്യത്തെ ദിവസം കഫ് വന്നപ്പോഴത്തേന് സാധാരണ രീതിയിൽ എനിക്ക് കഫിന്റെ നേച്ചർ കണ്ടപ്പോഴേ മനസ്സിലായി ഇത് സാധാരണ പെട്ടെന്ന് നമ്മൾ സാധാരണ ഒരു ബ്രയോണിയായോ അല്ലെങ്കിൽ ഒരു ഡ്രൊസേറായോ ഡ്രൈ കഫാ കൊടുത്താൽ അതങ്ങ് നിൽക്കാവുന്നതേ ഉള്ളൂ. 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് തണുത്തതൊന്നും കഴിക്കരുത് എന്നും കൂടെ ഒക്കെ പറഞ്ഞു വിട്ടാൽ അങ്ങ് മാറും. പക്ഷെ ഇവന്റെ ഈ നേച്ചർ കണ്ടപ്പോഴത്തേന് ഇത് പെട്ടെന്ന് നിൽക്കത്തില്ലല്ലോ, ഈ മെഡിസിനകത്ത് നിൽക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പം
ഞാൻ 2 ഡേയ്സ് കഴിഞ്ഞ് വന്നപ്പം ഇത് എന്താ റീസൺ എന്ന് കണ്ട് നോക്കാൻ വേണ്ടി ഇവന് പിന്നെ ടോട്ടൽ Igയും ടോട്ടൽ IgAയും, കാരണം എന്തെങ്കിലും TB ആണോ ഇനി അല്ലെങ്കിൽ പിന്നെ അലർജി കണ്ടീഷൻ ആണോ, ഇതൊക്കെ അറിയാനുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ മുഴുവൻ ചെസ്റ്റ് ഒക്കെ നോക്കി, ചെസ്റ്റ് ഒക്കെ വളരെ ഫ്രീ ആണ്, ആസ്മാറ്റിക് ഇതൊന്നും യാതൊന്നുമില്ല. കൊണ്ടുവന്ന ബ്ലഡ് റിസൾട്ട് എല്ലാം തന്നെ നോർമലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയില്ല ഞാൻ ഇത് ഒരു 3 ഡേയ്സേ ആകുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ അവനോട് ചോദിച്ചു എന്താ എപ്പോഴാണ് ഇത് തുടങ്ങിയത്. അപ്പൊ പറഞ്ഞു വളരെ ആങ്സൈറ്റി ഒരുപാടുള്ള ഒരു പയ്യനാണ്, റെസ്റ്റ്ലെസ് ആണ്. കാരണം ഇരിക്കുമ്പോൾ തന്നെ അറിയാം കൈയും കാലും എല്ലാം ആയിട്ട് അവനെ ഒന്ന് എഴുന്നേറ്റാൽ മതി, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഈ ഒരു അവസ്ഥയാണ്, റെസ്റ്റ്ലെസ്സാ. അപ്പൊ എന്നായി തുടങ്ങിയത്, അത് ഈ ജോലിക്ക് കയറിയതിന് ശേഷമാണ്. അപ്പൊ അതാ ജോലിക്ക് കയറിയെടുത്ത് ഇനി ഒരുപാട് പൊടിയുണ്ടോ, ഇനി അവന് അലർജിക്കാണോ, അവന്റെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഞാൻ ചോദിച്ചു. അതൊന്നുമില്ല. പക്ഷെ അവിടെ കയറിയപ്പം ഇവൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേന് തമാശ രൂപത്തിലാണ്, പക്ഷെ മറ്റുള്ളവർ ഇവനെ കളിയാക്കാറുണ്ട്. കാരണം ജോലിക്ക് കയറുന്ന അവസരമല്ലേ, അപ്പൊ പല ഫയൽസും ഒക്കെ എടുത്ത് പലതും നമ്മൾ എഴുതുന്നൊക്കെ പല മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ചെറുതായിട്ട് കളിയാക്കും. ആ കളിയാക്കുന്നത് ആ തമാശ രൂപത്തിൽ അവരോട് ചേർന്നത് വിടാതെ മനസ്സിനകത്ത് അതിങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം ആ ഹോൾഡ് ചെയ്യുന്ന താങ്ങാൻ വയ്യ, വളരെ ആങ്ഷ്യസും. അതിന്നിരിക്കുമ്പോ മുതൽ ഇപ്പൊ ഇവരെന്ത് പറയും, ഇപ്പൊ ഇവരെന്ത് പറയും, ഇതാണ് ചിന്ത. അവന് ആ ഒരു ആങ്സൈറ്റി മാറാനുള്ള മെഡിസിൻ ആർസനിക് ആൽബമാണ് കൊടുത്തത്. കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്നായിരുന്നു, ഒരു 3 ഡേയ്സിന്റെ മറ്റേ ടെസ്റ്റുമായിട്ട് വന്ന് 4-5-6th ഡേയിൽ അവന് ഓൾറൈറ്റ് ആയി. അപ്പം നമ്മള് ആ ഒരു ഞാനത് പറയാൻ വരുന്നത്, ആ ഡ്രൈ കഫിന് ഒരുപാട് മെഡിസിൻ ഉണ്ട് നമുക്ക്. അത് കൊടുത്തുകൊണ്ട് നമ്മൾ ഇരുന്നാൽ, അൽഗപ്രൊമറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റൂമക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രൊസേറ ഉണ്ട്, അല്ലെങ്കിൽ ബ്രൈ ഉണ്ട്, ഇതൊക്കെ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാല് ഇവന് മാറില്ല. കാരണം ആ കോസ് ആ മെന്റൽ കംപ്ലൈന്റിൽ നിന്നാണ് ആ ഒരു കഫ് ഉണ്ടായേക്കുന്നത്. അപ്പൊ അതിന്റെ മെഡിസിൻ കൊടുത്തപ്പോഴാണ് അവൻ ആ ഒരു റിലീഫ് അല്ല, കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയത്. അതുപോലെ ഒരുപാട് ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഫീവറായിട്ടാണ് കൊണ്ടുവരുന്നത്. എന്താ പനിയാ, അപ്പൊ നമ്മൾ വിചാരിക്കും വൈറൽ ഫീവർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിയും ഇൻഫ്ലമേഷൻ എവിടെങ്കിലും ഉണ്ടായ ഫീവർ ആണോ എന്നൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെ ഇവരോട് പ്രത്യേകം ചോദിക്കണം എന്താ കോസ്. അപ്പൊ ഒരു കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ഫീവർ ഉണ്ടായിട്ട് 2-3 ദിവസം അവരെന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്തു, മാറിയില്ല. 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനിയും കോസ് അറിയാതെ ട്രീറ്റ് ചെയ്ത സാധാരണ നമുക്കുള്ള വൈറൽ ഫീവറിന്റെ പല മരുന്നും കൊണ്ട് എടുത്ത് കൊടുത്താൽ നിൽക്കത്തില്ല എന്നറിയാം. എപ്പോഴാ തുടങ്ങി എന്താന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ ഈ കുഞ്ഞിനെ വിട്ടിട്ട് അവര് മോർണിംഗിൽ പോയിട്ട് ഈവനിങ്ങിലാ വന്നത്. അപ്പൊ ഇത് ഈ അമ്മയെ കാണാതെ ഭയന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുന്നത് ആ കുട്ടിക്ക് അത്ര താല്പര്യമില്ല, അമ്മ വേണം. അവൻ നിർത്താതെ കരഞ്ഞു. ആ കരഞ്ഞതിന്റെ ശേഷമാണ് ഇവൻ ഈ ഫീവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ മനസ്സിൽ നിന്ന് അമ്മ എങ്ങോ പോയി ഇട്ടേച്ച് പോയെന്നോ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടെന്നോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കണം ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഉണ്ടായത്. സൾഫർ റിഡോസ് കൊടുത്താൽ മതി, അതങ്ങ് നിൽക്കും. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വാശി പിടിച്ച് എനിക്കത്, അല്ലെങ്കിൽ അത് തന്നെ വേണം, ഇല്ലെങ്കിൽ അമ്മ തന്നെ വേണം എന്നാലേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ കാണാതെ, അങ്ങനെയൊക്കെയുള്ള വാശിയിലും ആ ദുഃഖത്തിലുമുള്ള ഇതുപോലുള്ള പിരിമുറുക്കത്തിൽ നിന്ന് ഉള്ള പനി ആയിക്കോട്ടെ, കഫ ആയിക്കോട്ടെ, എന്താവാണ്, അല്ലെങ്കിൽ പെയിൻ ആയിക്കോട്ടെ ഉണ്ടായാൽ സൾഫർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഒരു ഡോസ് കൊടുത്താലും അതങ്ങ് മാറിപ്പോകും. അപ്പൊ എന്താ കോസ്, മൈൻഡാണ് ഇതിന്റെ, മൈൻഡും ബോഡിയും തമ്മിലുള്ള ആ റിലേഷനിൽ ഈ മൈൻഡിൽ നിന്നുള്ള സിംറ്റംസ് മാത്രമാണ് റിഫ്ലക്ട് ചെയ്ത് ഈ ബോഡിയിൽ വരുന്നത്. അപ്പോൾ ആ മെന്റൽ കംപ്ലൈൻറ്റ്സ് മാത്രം എടുത്ത് ട്രീറ്റ് ചെയ്താൽ മതി. വേറെ കേസസ് പലതും ഉണ്ട്, ഒരു സിംറ്റംസും ഫിസിക്കലി ഇല്ലാത്തത്, മെന്റൽ കംപ്ലൈന്റിന് മാത്രം മെഡിസിൻ കൊടുത്ത് ആ ഫിസിക്കൽ ഡിസ്റ്റർബൻസ് മാറിയ സംഭവങ്ങളും ഉണ്ട്. ഞാനത് പറയാം. ഇനിയും ചിലര് പറയുമല്ലോ ഡോക്ടറെ അത് ഇന്ന അസുഖം ഉണ്ടോ എന്ന് ചോദിക്കരുത്, ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് പറഞ്ഞു, അതായത് ആ ഡിസീസിനെ കുറിച്ച് ചിന്തിച്ചാല് അന്ന് തന്നെ ആ രോഗമുണ്ട്. അപ്പൊ അന്നത്തെ തലവേദന മാറിയോ എന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. അയ്യോ എനിക്ക് ഇനി അതിനെക്കുറിച്ച് പറയല്ലേ, ഇത് ഇപ്പൊ ഇല്ല, ഇനി അത് ചോദിക്കല്ലേ, ചോദിച്ചതിനെ കുറിച്ച് ചിന്തിച്ചാൽ അപ്പൊ ആ ഡിസീസ് വരുമെന്നാ പറയുന്നത്. അപ്പം അസുഖത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതുപോലെ പലരും ഉണ്ട്, അത് കൂടുതലും മൈഗ്രെയിൻകാർക്കാ അവരത് പറഞ്ഞേക്കുന്നത്, ഇപ്പൊ ഒരുപാട് കാലമായല്ലോ എനിക്ക് മൈഗ്രെയിൻ വന്നിട്ടൊന്ന് ഓർത്താൽ മതി, അന്നത്തെ രാത്രിയിലെ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയായി. അപ്പൊ ആ ഒരു ഇൽനെസ്സിനെ കുറിച്ച് തിങ്ക് ചെയ്താല് പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വരിക. നേട്രമൂർ നമുക്ക് കൊടുത്ത നേട്രമൂർ അത് നല്ലൊരു മരുന്നാണ്.
അതായത് ആവാഹിച്ച് ചിന്തിച്ച് ഡിസീസ് ഉണ്ടാക്കുക. അതാണ് നേട്രമൂറിന്റെ ഒരു പ്രത്യേകത. അപ്പൊ വേറെ നേട്രമൂറിന്റെ മറ്റുള്ള സിംറ്റംസ് നോക്കി ഇല്ലാത്തതാണെങ്കിലും ഈ തരത്തിലാണ് ഡിസീസ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയും, ചോദിച്ചാൽ അപ്പൊ വരുമെന്ന്, ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ വരും എന്നൊക്കെയാ പറയുന്നത്. അതിന് അവരൊക്കെ പറയുന്നത് നാവും ദോഷമാ, നാക്കിന്റെ തുമ്പത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് കേട്ടാലും നമുക്ക് ഉടനെ അറിയാം അത് നേട്രമൂറാണ്. അത് കാരണമാണ് ഈ പറഞ്ഞ ഉടനെ തന്നെ അതിനെ വിളിച്ചു വരുത്തി ആ ഡിസീസിനെ നമ്മുടെ ബോഡിയിലേക്ക് വരുത്തി വെക്കുന്നത്. അതുപോലെ തന്നെ നേട്രമൂറിന് ഒരുപാട് മെന്റൽ കംപ്ലൈന്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്തെ നമ്പർ 1 ആണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ജലസ് എന്ന് പറയുന്ന കാര്യം. മറ്റുള്ള ഇപ്പൊ തന്നെ ഒരു ഹെയർ ഫോൾസിന്, എസ്പെഷ്യലി ഹെയർ ഫോൾസിന് വന്നാൽ അവര് നമ്മള് മറ്റുള്ള എന്തെങ്കിലും ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫീഡിങ് ടൈമിൽ ഉണ്ടാകാം, അനീമിക് ആണെങ്കിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫംഗൽ ഡിസീസ് എന്തെങ്കിലും തലയില് നമ്മൾ പറയുമല്ലോ ഡാൻഡ്രഫ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഉണ്ടാകാം. ഉറക്കം കുറഞ്ഞിട്ട് ടെൻഷൻ കൂടി ഈ ഒരു അവസരത്തിൽ മുടി കൊഴിച്ചിലുണ്ടാകാം, സീസണലി കൊഴിച്ചിലുണ്ടാകും, ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെയും അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രം, ഒരു ജലസ് എവിടെയോ നമുക്ക് അവരെ സംസാരിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നേട്രമൂറിന് വേറെ ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇത് ഹൈപ്പോതൈറോയിഡിസം ഉള്ള കേസിൽ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ അതിനും നേട്രമൂർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഹൈപ്പോതൈറോയിഡിസത്തില്. അപ്പൊ ഈ നേട്രമൂർ കൊടുത്താല് ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷനിലും അതിന്റെ കൂട്ടത്തിൽ ഈ മെന്റൽ കണ്ടീഷൻ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് നേട്രമൂർ. ജലസ് നമ്പർ 1 ജലസ് ആണ്. എന്നാൽ ആക്കസിനും ഒക്കെ ഉണ്ട് ജലസ്, പക്ഷെ നേട്രമൂറിന് അതിനൊക്കെ ഉപരി നിൽക്കുന്ന ഒരു മെഡിസിൻ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു ഫീവർ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, 1 month നിന്നു അവർക്ക് ഫീവർ. അവര് എല്ലാ ഒരു ഹോസ്പിറ്റലിൽ, ഇവിടെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു 5-8-10 ദിവസം അങ്ങനെയും ട്രീറ്റ്മെന്റ് നടത്തി. പക്ഷെ ഫീവർ മാറത്തില്ല. തുടക്കത്തിലൊക്കെ ജസ്റ്റ് സ്നീസിങ്, റണ്ണിങ് ന്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ ടെമ്പറേച്ചർ മേളിൽ പോവുക, അത് വിത്തൗട്ട് മെഡിസിൻ തന്നെ താഴെ വരിക, പിന്നെ അതേ അടുത്ത ദിവസവും അതേപോലെ തന്നെ വരിക, പലതവണയായിട്ട് ടെമ്പറേച്ചർ ഉയരുക, വളരെ ടയേർഡാണ് അവര്. ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷനിലാണ് അവർ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ആദ്യം ഒന്ന് വന്നപ്പോഴത്തേന് ഞാൻ അവർക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ റെക്സ്റ്റോസും പൈറോജനാ കൊടുത്തത്. വളരെ കുറച്ചേ കൊടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനൊരു 3 days ഒന്ന് നോക്കിക്കോട്ടെ, 1 month നിന്ന ഫീവർ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് റെക്സ്റ്റോസ് ഒക്കെ ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഇനിയും ചെറിയ രീതിയിലെങ്കിലും ടൈഫോയിഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലും, ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടത്തില്ല റിസൾട്ട്. അപ്പൊ മാറിപ്പൊക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഇത് രണ്ടും കൂടെ ഒന്ന് കൊടുത്തത്. ഒരു 3 days മാത്രമേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. അപ്പൊ 3 days കഴിഞ്ഞ് വന്നപ്പോൾ ബോഡി പെയിൻ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഫീവർ എന്ന് പറയുന്ന അവസ്ഥ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആണ് ഞാന് അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ മെന്റൽ കണ്ടീഷൻ, വീട്ടിലെ കാര്യങ്ങളും മനസ്സിന്റെ എന്താ ബുദ്ധിമുട്ടിപ്പോൾ ഉള്ളതെന്ന് മാത്രം ചോദിച്ചു. അപ്പോഴവര് പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഡിസീസ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഹസ്ബൻഡിന് ഭയങ്കര ദേഷ്യമാണ്, രോഗം വരുന്നത് അയാൾക്ക് ഇഷ്ടമല്ല, അപ്പം ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടും, അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് വരെ പറയും. അയാൾ പറയുന്നത് ഇവരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് രോഗമായിട്ട് ഇവരൊരു പനിയായിട്ട് 2 ദിവസം അവിടെ ഒന്ന് കിടക്കുന്നത് കാണാൻ അയാൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർ രോഗിയായി പോയി, എന്ത് സംഭവിച്ചു എന്നുള്ള സ്നേഹം കൂടിയിട്ടാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ ഇവർക്കൊരു സ്വൈര്യതയും കൊടുക്കത്തില്ല. അപ്പൊ ആ വന്നുപോയല്ലോ എന്നുള്ള, എപ്പോഴാണോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അതൊരു ഇൻസെക്യൂർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുക, എപ്പോഴും ദേഷ്യപ്പെടുക. അയാള് കിടക്കുന്ന കണ്ടാൽ തന്നെ അയാൾ ദേഷ്യപ്പെടും. അപ്പം ഈ ഒരു സംഭവമാണ് എനിക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഈ ഫീവർ നിർത്തിത്തരണം, ഇല്ലെങ്കിൽ എനിക്കത് പറ്റത്തില്ല. അപ്പൊ ഈ 1 month സത്യത്തിൽ ഇത് പ്രൊലോങ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഡെയിലി എപ്പോ തുടങ്ങി ഫീവർ അന്നേരം മുതലാണ് ഇവരെ ഈ ഹറാസ് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. അവിടെ ഞാൻ ആർസാൽബിന്റെ ഒരു ഹയർ പൊട്ടൻസിയാണ് കൊടുത്തത്. കാരണം ഇൻസെക്യൂർ ഫീൽ, ആങ്സൈറ്റിയാണ് അവർക്ക്. ഇപ്പൊ ഇറക്കി വിടും, ഇപ്പൊ ഇയാളെ കാണുമ്പോൾ തന്നെ ഇപ്പൊ വഴക്ക് തുടങ്ങും എന്നുള്ള ഒരു ആങ്സൈറ്റി ഈ ലേഡിയിൽ നിന്നിരുന്നു. ആർസാൽബിന്റെ ഒരു വണ്ണം ഒരു ഡോസേ കൊടുത്തുള്ളൂ. ആ ഡോസിൽ തന്നെ അവർക്ക് ആ 3rd day 4th ഡേയിൽ ഇവർ വന്നപ്പോഴാണ് ഞാൻ ആ മെന്റൽ കംപ്ലൈന്റ് എടുത്തതും അതിന് കൊടുത്തത്. എന്നാൽ ആർസാൽബിന്റെ ഒരു സിംറ്റവും ഇല്ല. സാധാരണ രീതിയിൽ നമുക്ക് വൈറൽ ഫീവറിനാണ് കൂടുതൽ ഉണ്ട്, മറ്റുള്ള അവസ്ഥയിലും പല ഫീവറിനും നമുക്ക് കൊടുക്കാമെങ്കിലും
മോസ്റ്റ്ലി വൈറൽ തുമ്മല ചീറ്റില ഇങ്ങനെയൊക്കെയുള്ളത് തുടങ്ങുമ്പോഴാണ് ആർസാൽബ് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഇത് ഒരു സിംറ്റം വേറെ അവർക്കില്ല. അവർക്കുള്ളത് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു മെന്റൽ കണ്ടീഷനിൽ ഒരു ആങ്സൈറ്റി, അതാണ് അത് ഫിസിക്കലി ഉള്ളത് എന്താ ടെമ്പറേച്ചർ ഉണ്ടാകുക എന്ന് മാത്രം. അപ്പം ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, അക്യൂട്ട് കണ്ടീഷനിൽ നമ്മൾ ചോദിക്കണം, 3 days ടൈം കൊടുക്കാവുള്ളൂ. മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മെന്റൽ കണ്ടീഷൻസ് എടുത്തോണം. അതുപോലെ ഈ ഒരു അവസ്ഥയിലും ആ ഒരു മെന്റൽ ഡിസീസിനുള്ളത് കൊടുത്തപ്പോഴാണ് അവർക്ക് അതൊരു കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ആയിരുന്നു അവർക്ക് തിരിച്ച്, നമുക്ക് റിജുവിനേഷൻ ഓഫ് ഹെൽത്തും കൂടെ ആണല്ലോ നമ്മുടെ ഓരോ മെഡിസിനും കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ആ ക്ഷീണത്തിൽ നിന്നും അവർക്ക് മോചിതയാകാനും സാധിച്ചു. അങ്ങനെ ഒരു 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 കേസ് സ്റ്റഡിയും കൂടെ നടത്തിയത് ഒരു 62 years ഓൾഡ് ലേഡിയാണ്. അവര് ഡയബറ്റിക് ആണ്. അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരിക. അപ്പൊ ഒരു ഡയബറ്റിക് കേസിൽ നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, അതായത് ബോഡിയിൽ ഫുള്ള് ഇച്ചിങ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, പ്രൈവറ്റ് പാർട്സിൽ ഇച്ചിങ് ഉണ്ടാകുക, അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതുപോലെ തന്നെ സ്റ്റോണ്, കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ബ്ലാഡർ സ്റ്റോണോ ഒക്കെ ഉള്ളവർക്കും ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാം. അതുപോലെ തന്നെ ബ്ലാഡറിലെ യൂറിനകത്ത് ഈക്കോള ഉണ്ടെങ്കിലോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകാം. ഇവര് എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ ഇതെല്ലാം കാരണം യൂറിനൊന്ന് കൾച്ചർ ചെയ്യിപ്പിച്ചു. അതിൻ്റെ അകത്ത് അവർ വളരെ നോർമലാണ്. ഡയബറ്റിക് ആണെങ്കിലും അവർക്ക് അത് കൺട്രോൾ ആയിട്ടാണ് പോകുന്നത്. 130, 120, 140 ഒക്കെ മാക്സിമം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ ആ രീതിയിലൊക്കെ പോകത്തുള്ളൂ. വളരെ കൺട്രോൾഡ് ആണ്. ഫുഡും ഒക്കെ അവർ വളരെ കൺട്രോൾ ആയിട്ട് പോകുന്ന ഒരു വ്യക്തി. അപ്പം മിക്കവാറും ഇങ്ങനെ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് ഇവർക്ക് ഞാൻ സ്കാൻ ചെയ്യിപ്പിച്ചു നോക്കി, ഇനി എന്തെങ്കിലും സ്റ്റോണിന്റെ പ്രസൻസ് കൊണ്ടാണോ, അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അതുകൂടെ ഉള്ളൂ ഇനി നോക്കാൻ എന്താണ് ഈ റെക്കറൻസി എന്നുള്ളത്. നോക്കിയപ്പം എക്സ്ട്രീംലി നോർമലാണ്. സ്കാനിങ് റിപ്പോർട്ടിനകത്ത് യാതൊന്നും പറയുന്നില്ല, എല്ലാ ഓർഗനും ഓൾറൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന അവസരത്തിൽ നല്ല പെയിനാണ്. കളർ ചേഞ്ച് ഒന്നുമില്ല യൂറിന്, പക്ഷേ യൂറിൻ പാസ് ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ ഉള്ളവർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ഇവരുടെ മെന്റൽ കണ്ടീഷൻ ചോദിച്ചപ്പോഴത്തേന് ഇവരെന്നോട് പറഞ്ഞു, എൻ്റെ പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഡിപ്രഷൻ ഇവർക്ക് വളരെ, കാരണം അയാൾ വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതിനുശേഷം ആ ഒരു ലോസ് അവർക്ക് താങ്ങാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെന്റൽ കണ്ടീഷൻസ് പറയുമ്പം അവരിങ്ങനെ വളരെ ദീർഘനിശ്വാസം, സൈയിങ് ആൻഡ് സോബിങ് നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും, ഇഗ്നേഷ്യയാണ് മെഡിസിന്. അപ്പം ഞാന് അവർക്ക് എന്നാ ഇഗ്നേഷ്യക്കകത്ത് പ്രത്യേകിച്ച് ഒരു യൂറിനറി കംപ്ലൈൻറ്റ്സ്, എന്ത് കംപ്ലൈന്റ് എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ആ മെന്റൽ കണ്ടീഷന്, കാരണം ഇത് റെക്കറന്റ് ആയിട്ട് വേറെ ഒന്നും ഒരു റീസണും ഇല്ല വരുന്നത് കൊണ്ട് ഞാൻ ഇഗ്നേഷ്യയാണ് കൊടുത്തത്. 1 3 ഡോസ് കൊടുത്തു. അത് 2 ദിവസം ഗ്യാപ്പില് ഒന്ന് കഴിക്കാൻ പറഞ്ഞു. സെക്കൻഡ് ഡോസ് കഴിഞ്ഞപ്പോഴേ അവർക്ക് ആ തവണത്തെ യൂറിനറി ഇൻഫെക്ഷൻ നിന്നു. പിന്നെ അവർ ആ ഒരു കംപ്ലൈന്റ്, കാരണം ഇത് പെട്ടെന്ന് മാറിയത് കൊണ്ട് എൻ്റെ ഷുഗർ കംപ്ലൈന്റും ഡോക്ടർ നോക്കിയാൽ മതി എന്നുള്ളത് വന്നു. അപ്പൊ അവര് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം അവർക്ക് പിന്നെ ഇപ്പൊ 3.5 years ആയി അവർക്ക് അങ്ങനെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പം ഞാനത് പറയാൻ വരുന്നത്, മെന്റൽ കണ്ടീഷൻ അന്ന് അവരുടെ അത് ചെയ്ത് വേറെ ഒരുപാട് മെഡിസിൻ ഇല്ലേ നമുക്ക്, യൂറിനറി ഇൻഫെക്ഷൻ എന്തെല്ലാം മെഡിസിൻ കിടക്കുന്നു. അത് ഒന്നും ഇവർക്ക് കൊടുത്താൽ ഇവർക്ക് ഇത് ഈ റെക്കറൻസി മാറത്തില്ല. തൽക്കാലം അന്നേരം വരുമ്പോൾ നമുക്കൊന്നിൽ ലൈക്കോപോഡിയം കൊടുത്തു, അല്ലെങ്കിൽ ബെർബറീസ് കൊടുത്തു, അല്ലെങ്കിൽ പെറേറ ബ്രേവ കൊടുത്തു, അല്ലെങ്കിൽ കാന്താരിസോ സർസപ്പാരി, ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ബെൽഡോണ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൊടുത്താൽ തൽക്കാലം അന്നേരം ഉള്ളതൊന്നും ശമിക്കത്തേ ഉള്ളൂ. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഈ കംപ്ലൈന്റ് ആണ്. കാരണം അവരുടെ ആ മെന്റലി ഉള്ള ആ ഒരു ഡിപ്രഷൻ നിൽക്കുന്നില്ല. ഇഗ്നേഷ്യ എന്ന് പറയുന്നത് വളരെ, പ്രത്യേകിച്ച് ഇങ്ങനെ ലോസിലെ, ഫൈനാൻഷ്യലി ഉള്ള ലോസിലെ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വളരെ സ്നേഹമായിട്ടിരുന്ന ആൾക്കാരുടെ വിയോഗത്തിലെ, ഇങ്ങനെയൊക്കെയുള്ള നഷ്ടപ്പെടലിൽ ഇഗ്നേഷ്യ വളരെയധികം, ഒരുപാട് പേരും കരയുന്നവരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഈവൻ പലരും
ഇപ്പൊ ചിലർക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖം ഉണ്ടാകുമല്ലോ. ഓരോരുത്തരുടെ ബന്ധപ്പെട്ടവരുടെ മരണത്തിന് ശേഷം ഇഗ്നേഷ്യ കൊടുത്ത് അവർക്ക് പിന്നെ കരയാനുള്ള ആ ടെൻഡൻസി പോലും പെട്ടെന്ന് മാറിയ അവസ്ഥയുള്ളവരുണ്ട്. അപ്പൊ ഇഗ്നേഷ്യ വളരെ നല്ല മെഡിസിൻ ആണ്. ലോസിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇനി എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും എടുത്ത് കൊടുക്കുക. ഇഗ്നേഷ്യക്ക് ആകെപ്പാടെ മാർഡനിങ് ഓഫ് മാട്ട്ലിയാണ് പെയിൻ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുള്ളൂ. ഇവർക്ക് സിവിയർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റീസൺ കാരണമാണ് ആ ലേഡിക്ക് ഇഗ്നേഷ്യ കൊണ്ട് ആ ഒരു കംപ്ലൈന്റ് മാറിപ്പോയത്. അതുപോലെ തന്നെ സ്കിൻ കംപ്ലൈൻസ്, പ്രത്യേകം അലർജി ആൻഡ് സ്കിന്ന്, അത് മെന്റൽ ടെൻഷൻ ഉണ്ടായാൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഓൾറൈറ്റ് ആയിട്ട് അവരെ വെച്ചിരിക്കുകയാണെങ്കിലും വീണ്ടും ഒരു കാരണം മെന്റൽ ടെൻഷൻ, ഭയം, പേടിയാന്നല്ലോ, ഭയം, അതുപോലെ തന്നെ ദുഃഖം, ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അങ്ങ് ഡൗൺ ആകും, 0 ലെവലാകും. അപ്പൊ ഈ രണ്ടവസ്ഥ, ഇമ്മ്യൂണിറ്റി താഴെ പോയി കഴിഞ്ഞാൽ ഈ ഒരു അലർജിക് കംപ്ലൈൻസ് എന്ന് പറയുന്നത് പെട്ടെന്നാണ് അവൻ വെളിയിൽ ചാടി വരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എസ്പെഷ്യലി സ്കിന്നിന്റെ അർട്ടിക്കേറിയ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം. ആ ഒരു ഭയമാണേലും ഇനി ദേഷ്യമാണേലും ഇങ്ങനെയൊക്കെ ഉള്ളത് വന്നാലും പെട്ടെന്നാണ് അത് വീണ്ടും റെക്കറൻസി അതിനുണ്ടായി പുറത്തേക്ക് വരുന്നത്. അപ്പം ഒരു സ്നീസിങ്ങിന്റെ കേസിൽ അയാൾക്ക് റൈനൈറ്റിസ് ആയിരുന്നു. ആ റൈനൈറ്റിസില് ഞാനത് പറയുന്നത് ഈവൻ ഫിസിക്കൽ കംപ്ലൈൻസില് നമുക്ക് തുമ്മലിനും ചീറ്റലിനും റൈനൈറ്റിസിനും വേറെ എത്രയോ മെഡിസിന് നമുക്കുണ്ട്. ജെൽസീമിയ ഉണ്ട്, സവാഡില, ആർസാൽബ്, ആർസനിക് അയോഡേറ്റ്, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ സ്നീസിങ്, റൈനൈറ്റിസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തി, അത് അയാൾക്ക് നിൽക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ തൽക്കാലം ഒന്നിക്കും വീണ്ടും വരിക എന്നുള്ള ഒരു അവസ്ഥയില് ഇയാൾ വന്നപ്പം ഈ റെക്കറൻസി നിർത്താനും കംപ്ലീറ്റ് ആയിട്ട് അത് ഓൾറൈറ്റ് ചെയ്യാനും ഇയാൾക്ക് ഒരു പിന്നെ സാധാരണ രീതിയിൽ എന്താ മെഡിസിൻ കൊടുത്തതെന്ന് ഓർമ്മ വെക്കാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ഫോം ഒന്ന് എഴുതിപ്പിക്കും. അപ്പൊ ഫോം എഴുതിയപ്പം പല വേർഡും, നല്ല എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തിയാണ്, അയാളുടെ സ്പെല്ലിങ് അങ്ങ് മിസ്റ്റേക്ക് ആയി പോവുക. വേറെ ഒരുപാട് കാര്യം മെന്റലി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റ് ആയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എഴുതി വെച്ചത്, രണ്ടാമത് ഇയാള് പലതും എഴുതിയത് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരന് തന്നെ വായിക്കാൻ വയ്യ, അതേ രീതിയിലാണ് എഴുതുന്നത്. അപ്പം ഈ ഒരു സിംറ്റം മാത്രം സത്യത്തില് അത് മെന്റലി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എഴുതിയത് കണ്ട് ഞാൻ ലൈക്കോപോഡിയമാണ് കൊടുത്തത്. ലൈക്കോപോഡിയത്തിന് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ലൈക്കോപോഡിയത്തിന് സ്നഫിൾസ് പറയുന്നുണ്ട്, കുട്ടികൾക്കുള്ള ഇറിറ്റേഷൻ, അതുപോലെ എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഫാനിലേക്ക് മോഷൻ ഓഫ് ആലനേസ്, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്നീസിങ്, അത് നിർത്താതാണ് സ്നീസിങ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം 100 പ്രാവശ്യമൊക്കെ തുമ്മിക്കളയും. അതിന്റെ ഒരു സിംറ്റംസേ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. എന്നിരിക്കലും ഈ ഒരു കംപ്ലൈന്റ് കണ്ട ലൈക്കോപോഡിയം കൊടുത്തപ്പോഴാണ് അയാൾക്ക് കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയത്. അപ്പം ഞാൻ പറയുന്നത്, ഫിസിക്കലി ഉള്ള കംപ്ലൈന്റ് ഇല്ലെങ്കിലും മെന്റലി അത് സ്ട്രൈക്ക് ചെയ്യുന്നുവെങ്കിൽ അത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആസ്മാറ്റിക് കണ്ടീഷന്, അത് ഒരു പെൺകുട്ടിക്ക് അവക്കും ഇതുപോലെ റെക്കറൻസി ഇങ്ങനെ നിന്നപ്പം അവിടെ ഫാദറാണ് പറഞ്ഞത്, എന്തോ സംസാരിച്ച് വന്നപ്പോൾ, നന്നായിട്ട് വരയ്ക്കും, സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു ബട്ടർഫ്ലൈസിനെ ഭയങ്കര പേടിയാ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ കേസസ് എടുക്കുമ്പോഴും മാക്സിമം പോയ 3 to 4 ഡേയ്സിനകം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു 90% മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ മെന്റൽ കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഭയങ്കര ഭയം, അതെന്താണെന്ന് അറിയത്തില്ല, ബട്ടർഫ്ലൈസിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവള് വരയ്ക്കും, പക്ഷെ ബട്ടർഫ്ലൈയെ കണ്ടാൽ പിന്നെ ആ ഭയമെന്ന് പറഞ്ഞാല് അത് നമ്മളെയും കൂടെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഭയമാണ് ഇവള് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ബട്ടർഫ്ലൈസിനെ പേടിക്കുന്നത് ഉള്ള മെഡിസിൻ, അക്കോണൈറ്റത്തിന് ആ പേടിയുണ്ട്, സ്ട്രമോണിയത്തിനുണ്ട്, ആർജന്റൻ നൈട്രിക്കത്തിനുണ്ട്. അപ്പൊ ഈ 3-4 മെഡിസിനിലെ ഈ മരുന്ന് ഏതാണ് എന്നൊന്ന് വരാൻ വേണ്ടി ഞാൻ ഇവളുടെ മറ്റുള്ള കംപ്ലൈൻസും കാരണം അതുകൂടെ ചേർന്ന് വരുമോ എന്നറിയാൻ വേണ്ടി നോക്കിയപ്പം സിവിയർ ഫിയർ ആണ് എന്നാ പറഞ്ഞത്. സിവിയറിറ്റി കൂടുതൽ, അക്കണൈറ്റിനൊക്കെ കൂടുതലും ആങ്സൈറ്റിയാണ് വരുന്നത്. ആർജന്റൻ നൈട്രിക്കത്തിന് നെർവസ്നെസ്സും അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഒരു സ്റ്റേജിൽ കയറി പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാൻ ആർജന്റൻ നൈട്രിക്ക, അതുപോലെ തന്നെ ജെൽസീമി, ഇവർക്കൊക്കെയാണ് പേടി.
പക്ഷെ ഇവക്ക് അങ്ങനെ നല്ല പാട്ടുകാരിയാ. എത്ര ക്രൗഡായിട്ടുള്ള സ്ഥലത്താണെങ്കിലും ഇവക്ക് കയറി പെർഫോം ചെയ്യുന്ന, അന്നേരം അയാളത് പറയുകയും ചെയ്തു. ഒരു ഭയവും അങ്ങനെയുള്ളിടത്തോ അല്ലെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പഠിക്കാൻ വളരെ മിടുക്കിയാണ്. ഇതൊക്കെ ആൻസർ ചെയ്യാൻ അവൾ ഓക്കെയാണ്. അപ്പം മറ്റുള്ള മെഡിസിൻ അതിന് ചേരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്ട്രമോണിയമാണ് കൊടുത്തത്. അവളുടെ ആസ്മ ഒന്ന് സ്ട്രമോണിയത്തിന് എന്നാൽ നിങ്ങൾക്ക് ഫിസിക്കൽ കംപ്ലൈന്റ് എടുത്ത് നോക്കിയാൽ അതിന്റെ അകത്ത് റെസ്പിറേറ്ററിക്കകത്ത് ഈ ആസ്മ എന്ന് പറയുന്ന ഒരു സംഭവം കെന്റിലും ഇല്ല, ബോറിക്കിലും ഇല്ല, ഒരിടത്തും പറയുന്നില്ല. പക്ഷേ ഈ ഒരൊറ്റ കാര്യം വെച്ചോണ്ട് ഇവക്കും ഇങ്ങനെ മാറാതിരിക്കുകയായിരുന്നു. പലവിധ മെഡിസിൻസ് പലയിടത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ്, ഹോമിയോപ്പതി തന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്ന കുട്ടിയാണ്. അപ്പൊ എനിക്ക് വന്നപ്പോ തന്നെ മനസ്സിലായി ഹോമിയോപ്പതി പോയി ട്രീറ്റ്മെന്റ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവർ ഏകദേശം ആസ്മയ്ക്കുള്ള മെഡിസിൻസ് ഒക്കെ തന്നെ കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് തന്നെ ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ആണ് ഈ മെന്റൽ കണ്ടീഷൻ എടുക്കാൻ കാരണവും ഈ ഒരു കാര്യം അയാൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ആ മെന്റൽ സ്റ്റഡീസ് എനിക്ക് തോന്നുന്നു ഫിസിക്കലി ഈക്വലി നമ്മൾ അത് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പോലെ തന്നെ മെന്റൽ കണ്ടീഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എടുക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്ട്രമോണിയോ എന്ന് പറയുന്ന തരത്തിൽ പോവില്ല. പിന്നെ ഒരു ഒരു അർട്ടിക്കേറിയയുടെ ഒരു കേസ്. ഇയാള് ഭയങ്കര എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അവർക്ക് പറയാൻ വയ്യ. ഫുഡ് കഴിക്കുമ്പോഴാണോ? അല്ല. പിന്നെ എന്തിൽ പൊടിയുന്നാണോ? ഒന്നീന്ന് എങ്ങനെയാണ് ഈ അർട്ടിക്കേറിയ ഉണ്ടാകുന്നതെന്ന് അവർക്ക് കണ്ടുപിടിച്ച് പറയാനേ പറ്റുന്നില്ല. അപ്പൊ ഇയാള് എന്നും നടക്കാനായിട്ട് പുറത്തോട്ട് പോകും. തിരിച്ചു വരുന്നു കഴിഞ്ഞാൽ ഉടനെ ചൊറിച്ചിലാണ്. അർട്ടിക്കേറിയ ദേഹം മുഴുവൻ തടിച്ചു പൊങ്ങി ചൊറിച്ചിലുമാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? വല്ല വെളിയിൽ നിന്നുള്ള പൊടിയാണോ അതോ ഇനിയും ചെടികളൊക്കെ പൂത്തു നിന്ന് അതിന്റെ പൂമ്പൊടികൾ വീണിട്ടാണോ എന്നൊക്കെ കരുതി ഇയാൾ ഈ നടപ്പെന്നുള്ള കാര്യം ഇനി നടക്കണ്ട, ജിമ്മിൽ പോകാം. അപ്പൊ പുറത്തല്ലല്ലോ നടക്കുന്നത്, ഒന്ന് നോക്കാം. ജിമ്മിലേക്ക് പോയി. അപ്പൊ വീട്ടിൽ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ. അപ്പോഴും ഈ 2 മിനിറ്റ് നടന്നാണല്ലോ അങ്ങോട്ട് പോകുന്നത്. ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇയാൾക്ക് ഇതുപോലെ തന്നെ ചൊറിച്ചിലാണ്. അപ്പൊ കാർ എടുത്തു പോയി. ഇനി ഒട്ടും വെളിയിൽ നടക്കുകയേ വേണ്ട എന്നുള്ള രീതിയിൽ കാർ എടുത്തു പോയി. എടുത്തു പോയിട്ടും ഇയാൾക്ക് ജിമ്മിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേന് ഈ ചൊറിച്ചിലുണ്ട്. അപ്പം ജിമ്മിൽ പോകാൻ തന്നെ പിന്നെ പേടിയായി, പുറത്തോട്ട് ഇറങ്ങാനുള്ള പേടിയായി. കാരണം മിക്കവാറും പുറത്തോട്ട് ഇറങ്ങി എക്സ്പോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്നാൽ വീട്ടിൽ ഇഷ്ടം പോലെ പൊടിയുണ്ട്, അല്ലെങ്കിൽ കട്ടിയുള്ള പൊടി ഫാനിന്നും ഒക്കെ ക്ലീൻ ചെയ്യുന്ന അവസരത്തിലോ അങ്ങനെ ഒരു പ്രശ്നമില്ല. തണുത്തത് കഴിച്ചാൽ പ്രശ്നമില്ല, ഏത് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. പുറത്തു പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഇയാളോട് എന്തെങ്കിലും രീതിയിൽ മെന്റൽ കംപ്ലൈന്റ് ഒരുപാട് ഞാൻ ചോദിച്ചു. ഏതെങ്കിലും തരത്തിലുള്ളത് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒന്നാമത് ഈ പുറത്തോട്ട് ഇറങ്ങാനെന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ്. അപ്പോഴാണ് പറയുന്നത് പട്ടിയെ ഭയങ്കര പേടിയാണ്. അപ്പൊ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പലപ്പോഴും പട്ടികൾ കുരയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പം ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാ. ജിമ്മിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീട്ടിലും പട്ടിയുണ്ട്. അപ്പൊ മോർണിംഗിൽ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തുറന്നു വിടുമ്പോഴും ഗേറ്റ് കടന്ന് വരത്തില്ലെങ്കിലും ഇതൊന്ന് കുരച്ചാൽ മതി, ഇയാൾക്ക് ഭയമായി. അപ്പൊ ആ പട്ടിയെ ഭയങ്കര ഭയമുള്ള വ്യക്തി ആയതുകൊണ്ട് ട്യൂബർക്കുലിനത്തിന് അതുള്ളത് കൊണ്ട് ട്യൂബർക്കുലിനമാണ് കൊടുത്തത്. അങ്ങനെ അയാളുടെ അർട്ടിക്കേറിയ കംപ്ലീറ്റ്ലി നിന്നു. എന്നാൽ ട്യൂബർക്കുലിനത്തിന് എക്സിമ, സോറിയാസിസ് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ തരത്തിലൊരു അർട്ടിക്കേറിയ ഫോർമേഷൻ ട്യൂബർക്കുലിനത്തിന് പറയുന്നില്ല. എന്നിരിക്കലും ഒരു അലർജിക് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. മെന്റൽ അലർജി ആയിരുന്നു അയാൾക്ക്, മൈൻഡിനായിരുന്നു അലർജി ഉണ്ടായിരുന്നത്, അതായത് ഫിയർ ഓഫ് ഡോഗ്. അത് അപ്പം നമ്മള് മറ്റുള്ള മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കാതെ, എത്രയോ മെഡിസിൻ ഉണ്ട് അർട്ടിക്കേറിയയ്ക്ക്, ആ മെന്റൽ കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യുന്ന അത്രമാത്രം റിലേഷനാണ് മൈൻഡ് ബോഡി. എനിക്ക് തോന്നുന്നു ഒരു 1% മേളിൽ നിൽക്കുന്നത് ഈ മെന്റൽ കണ്ടീഷനാണ്. കാരണം മൈൻഡ് ആണല്ലോ എല്ലാ ഡിസീസിനും കാരണം. അപ്പൊ കോസ് മൈൻഡിലായിരിക്കുന്നത്. ആ കോസിന് ട്രീറ്റ് ചെയ്താലേ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തത്തുള്ളൂ. അപ്പം മൈൻഡ് തന്നെയാണ് ഒരു 1% ഇമ്പോർട്ടന്റ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അക്യൂട്ട് ഡിസീസസ് ആണെങ്കിലും മാക്സിമം 3-4 ഡേയ്സ് നോക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിനൊരു കുറവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റിവ്യൂ, ആ 4 ഡേയ്സിനകം ഒരു റിവ്യൂ കൊടുത്തിരിക്കണം. വന്നാല് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, മൈൻഡിന്റെ മെഡിസിനും കൂടെ അതിൻ്റെ അകത്ത് കൊടുത്താലേ നമുക്ക് പെട്ടെന്ന് അത് കിട്ടത്തുള്ളൂ. വേറെ ഒരു കേസ് കൂടെ ഞാൻ പറയാം. ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള ബെൽച്ചിങ് ആയിരുന്നു. അതും ക്ലിനിക്കിനകത്ത് കയറി വന്നപ്പോൾ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ വയ്യ. വീട്ടിൽ നിന്നേ മക്കളൊക്കെ പറഞ്ഞുകൊണ്ടാ വന്നത്. അവിടെ ചെന്ന് അമ്മയെ ഉറച്ച് ഇങ്ങനെ ബെൽച്ചിങ്, ഏമ്പക്കം ഉണ്ടാക്കരുത്, സൗണ്ട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ. ഹൈലി വളരെ ശക്തിയിലാണ് അവരുടെ ആ ബെൽച്ചിങ് ഉണ്ടാകുന്നത്. അവർക്ക് വന്നപ്പം ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് എല്ലാം ഉണ്ട് താനും.
പിന്നെ ഹാർട്ട് ബേൺ ഉണ്ട്, സവർ ഇറിറ്റേഷൻ ഉണ്ട്, വയറ്റിനകത്ത് ചിലപ്പം ചെറുതായിട്ട് പെയിൻ ഉണ്ടാകും. ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഗ്യാസ്ട്രിക് ഇഷ്യൂയിൽ നിന്നും ഒന്നീ ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ അൾസർ ഫോർമേഷൻ ആയിരിക്കാം. ഇതൊക്കെ കൊണ്ട് ഇവർക്കുണ്ടാകുന്നു എന്ന് മാത്രമാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അതുകൊണ്ട് ഞാനും എന്തോ ചെയ്തു, തുടങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ലൈക്കോ വണ്ണം കൊടുത്തു. പിന്നെ മുതൽ നെക്സ്റ്റ് ഡേ മുതൽ കാർബോ വെജ് ടോയ്സ് ഇൻ എ ഡേ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു 5 days നിങ്ങളൊന്ന് കഴിച്ചിട്ട് എന്താ വ്യത്യാസം എന്ന് എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം പ്യുവർലി ഗ്യാസ്ട്രിക് കംപ്ലൈന്റിന് മാത്രമുള്ള മെഡിസിൻസ് ആണ് ഇവർക്ക് കൊടുത്തത്. അപ്പം ഇവര് അതേ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. ഫുഡിലും അതുപോലെ കറക്റ്റ് ടൈമിംഗ് വെച്ച് ഫുഡ് കൂടെ ഒന്ന് കഴിക്കേ. എന്നാൽ ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ ഫുഡ് താമസിച്ച് കഴിഞ്ഞാൽ ഈ ആസിഡിന്റെ ഫ്ലോ കൊണ്ട് വീണ്ടും ഗ്യാസ് ഫോം ചെയ്ത് അത് വേണ്ട. അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്താ വിട്ടത്. ഇവരത് 1 week കഴിച്ചിട്ട് ഇവർ തിരിച്ചു വന്നപ്പോഴത്തേന് സെയിം അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ് ബെൽച്ചിങ്. ഹാർട്ട് പെയിനോ ഏതാണ്ട് ചെറുതായിട്ട് ഒരു പക്ഷേ അത് കാർബോഹൈഡ്രേറ്റിന്റെ ആക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈക്കോപ്പൊഡിയത്തിനും ഉണ്ട്, അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വേറെ യാതൊരു ചേഞ്ചും ഇല്ല. അന്ന് ആദ്യം വന്ന അതേ ബെൽച്ചിങ്ങിന്റെ സൗണ്ട് തന്നെ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു അവർക്ക്. അപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായി ഗ്യാസ്ട്രിക് ഇഷ്യൂസിൽ ഇത് നിൽക്കത്തില്ല. എന്നാൽ ആ പ്രാവശ്യം വരുമ്പോൾ ഒന്ന് സ്കാനിങ്ങിന് എഴുതി കൊടുക്കണം, ഇനി വയറ്റിനകത്ത് എന്താ കംപ്ലൈന്റ് അറിഞ്ഞു വേണം അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷെ അതേ രീതിയിൽ തന്നെ ഒരു വ്യത്യാസവും കാണിക്കാത്തത് കൊണ്ട് ആ വയറിന്റെ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ മെന്റൽ കണ്ടീഷനിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അവരുടെ ആ മൈൻഡിന്റെ മുഴുവൻ കംപ്ലൈന്റ് ഞാൻ എടുത്തപ്പോഴാണ് ഇവർ പറയുന്നത് വളരെ ഹൈ ലെവലിൽ ജീവിച്ചിരുന്ന ആളാ. 2 or 3 ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റൈൽസ് മുഴുവനും തമിഴ്നാട്ടിലുണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. മുഴുവനും ഒരേ രീതിയിൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വന്നു. അത് കാരണമാണ് ലോണിന്റെ പ്രശ്നം വന്നു. അങ്ങനെ ഇതെല്ലാം അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് വളരെ ദുഃഖിതയാണ്. കാരണം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വളരെ താന്നുപോയി. അപ്പൊ പണ്ട് നിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് പലർക്കും കളിയാക്കാനുള്ള അവസരവും ഒക്കെയും ഉണ്ടായിട്ട് ഇവര് വളരെയധികം ദുഃഖിതയാണ്. ആ ദുഃഖം മനസ്സിനകത്ത് അവരെങ്ങനെ ഒതുക്കി പിടിച്ച് വെച്ചേക്കാണ്. ആ ദുഃഖത്തിൽ നിന്നാണ് ഇഗ്നേഷ്യാണ് ഞാൻ കൊടുത്തത് ആ ലേഡിക്കും. ആ ദുഃഖത്തിൽ നിന്നാണ് ഈ ഒരു കാരണം അവർ പറഞ്ഞു, തൊണ്ടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഒരു കൺസ്ട്രക്റ്റഡ് ഫീലിംഗ് എനിക്ക് ത്രോട്ടിലുണ്ട് എന്നും കൂടെ പറഞ്ഞു. അത് സാധാരണ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുമ്പോഴും ഉണ്ടാകും. എരിഞ്ഞു കയറുക, ബേണിംഗ് സെൻസേഷൻ വരിക, ഈ സമയത്തൊക്കെ നമുക്ക് ചെസ്റ്റിനും തൊണ്ടയ്ക്കും ഒക്കെ ഉണ്ടാവാം. അപ്പോഴും നമുക്ക് ഈ ലൈക്കോപോഡിയവും ഇതുമൊക്കെ മതി. പക്ഷേ ഇവർക്ക് അതിൽ നിൽക്കത്തില്ല. കാരണം അതാ ഞാൻ പറഞ്ഞ സെക്കൻഡ് ടൈം വളരെ പെട്ടെന്ന് തന്നെ ഒരു റിവ്യൂ അവർക്ക് കൊടുക്കണം. വന്നപ്പം അവരുടെ ഈ ഒരു മെന്റൽ കണ്ടീഷൻ കൊണ്ടാണ്, അത് കാരണം ഓർത്തോർത്തിരിക്കുകയാണ് അത്രയും ലോസ് വന്നത്, കോടികളുടെ ലോസ് വന്നതിന്റെ ആ ഒരു പ്രയാസം കൊണ്ടാണ് അവർക്ക് ഇഗ്നേഷ്യ കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ കംപ്ലൈന്റ് മാറുകയും ചെയ്തു. ഇഗ്നേഷ്യ വളരെ നല്ല മെഡിസിനാണ്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ലോസ്, ദുഃഖകരമായ അവസ്ഥ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു സിംറ്റംസും ഫിസിക്കലി ഇല്ല, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള മെന്റൽ കണ്ടീഷനിൽ ഇഗ്നേഷ്യ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ പ്ലാറ്റിനയ്ക്കും ഒക്കെയും ഞാൻ നെക്സ്റ്റ് ടൈം ആകട്ടെ, വളരെ രസകരമായ കഥകളുണ്ട് പ്ലാറ്റിനയുടെ ഒക്കെ. കാരണം പ്ലാറ്റിനം ലേഡീസ് അങ്ങനെയാണല്ലോ, തലക്കനം വളരെ കൂടുതലുള്ളവർ. അപ്പം വളരെ നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ കേസ് എടുക്കുന്ന അവസരത്തിൽ അവർക്കൊക്കെയും ഈ മെന്റൽ കണ്ടീഷൻ നോക്കി മെഡിസിൻസ് എല്ലാം തന്നെ അക്യൂട്ട് ആണെങ്കിലും ക്രോണിക് ആണെങ്കിലും കൊടുക്കുക. കാരണം റിഫ്ലക്ട് ചെയ്താണ് എല്ലാ മെന്റൽ കണ്ടീഷൻസിലും ഉണ്ടാകുന്ന ഒരു രോഗത്തിലുണ്ടാകുന്ന പ്രശ്നം, അതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് ഈ ബോഡിയിലേക്ക് വരുന്നത്. കാരണം പിന്നത്തെയുള്ള കേസ് സ്റ്റഡീസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, കാരണം അത് പ്രൊലോങ് ചെയ്തു പോകും. സമയവും ഏകദേശം പറയാമോ ഡോക്ടറെ? ഇനിയും മറ്റുള്ളവർക്ക് ഒരുപാട് ഈ അനുഭവം കിട്ടിയിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. കാരണം കംപ്ലീറ്റ് ക്യൂർ കൊടുക്കണമെങ്കിൽ നമുക്ക് മൈൻഡെ പിടിക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ഒരു അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞാല് വളരെ നന്നായിരുന്നു. നന്ദി ഡോക്ടറെ. വളരെ നല്ലൊരു ക്ലാസ്സാണ് ഡോക്ടർ നമുക്ക് തന്നത്. ഇതിനോട് കൂട്ടിച്ചേർക്കുവാനോ എന്തെങ്കിലും സംശയം ചോദിക്കുവാനോ സ്വന്തം അനുഭവങ്ങൾ പറയുവാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്ക് 9 മിനിറ്റാണുള്ളത്. സമയം കളയാതെ ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ഡോക്ടർ പറഞ്ഞതിനോട്? എല്ലാവർക്കും ഇതിന്റെ അനുഭവങ്ങളുണ്ട്.
ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അങ്ങനെ സിംറ്റംസ് നമുക്ക് ഫിസിക്കലി ഉള്ള സിംറ്റംസ് കിട്ടാതെ തന്നെ, ഒന്നുമില്ലാതെ തന്നെ മെന്റൽ കംപ്ലൈന്റ് മാത്രം നോക്കി കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കേസസ് ഉണ്ടല്ലോ ഈ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. ഒരുപാട് ടെൻഷൻ. ഇന്ന് ഈവനിങ് വന്ന ഒരു ലേഡിയും, അവർക്ക് ഫുഡ് കഴിച്ചാലൊന്നും, ജ്യൂസ് കുടിച്ചു, പായസം കുടിച്ചു, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ പോലും പിറ്റേ ദിവസം നോക്കുമ്പോൾ അങ്ങനൊരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഉയർന്നതായിട്ട് വലിയ വലിയ രീതിയിലൊന്നും, 120 എന്നുള്ളത് ചിലപ്പോൾ 140 അങ്ങനൊക്കെ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ അവർക്ക് മെന്റൽ ടെൻഷന്റെ അവസരത്തില് ഒരുപാട് ബ്ലഡ് ഷുഗറിന്റെ ലെവല് ഒരുപാട് 200 ഒക്കെ എത്തി നിൽക്കുന്ന അവസ്ഥ അവര് തന്നെ അത് കൺഫേം ചെയ്ത് പറഞ്ഞു എനിക്ക്. അതുകൊണ്ട് സാധാരണ ഇവർ എന്തെങ്കിലും ഫുഡ് കഴിച്ചു, മാങ്ങയുടെ ഒക്കെ സീസണിൽ, ചക്കയുടെ സീസണിൽ ഇതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അനങ്ങത്തില്ല. കാരണം എനിക്കറിയാം ഇവർക്ക് ഉണ്ടാകുന്ന ഇവരുടെ ആ മെന്റൽ ടെൻഷൻ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും അവർ ഈ മധുരമുള്ളത് കഴിച്ചിട്ടല്ല എന്നുള്ളത് പലപ്പോഴും അത് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ അപ്പം ഒരു ടെൻഷൻ മാറാനുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് വീട്ടില്. ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഉള്ളതും ഫൈനാൻഷ്യലി ഉള്ളതും എല്ലാം ഉണ്ട്. അപ്പൊ അത് എല്ലാത്തിനും കൂടെ ഒരു ദിവസത്തെ ഒന്നിന് സൊല്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ ഒരു ടെൻഷൻ അവർക്കുള്ളത്. അപ്പൊ അത് കാരണം അവർക്ക് ആ ഒരു രോഗാവസ്ഥ ഒരു തരത്തിലും ഒഴിയുന്നില്ല. അപ്പൊ അവര് തന്നെ അത് പറഞ്ഞു, ഇന്നലെ ഇച്ചിരി ടെൻഷൻ അടിച്ചാൽ മാത്രം ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്നത്തെ ബ്ലഡ് ഷുഗറിന്റെ ലെവല് ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്നുള്ളത് അവര് തന്നെ അത് കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, അതുകൊണ്ട് എന്ത് വേണം, ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി മനസ്സിനെ ഏത് തരത്തിലാണ് നിങ്ങൾ അങ്ങ് എൻഗേജ്ഡ് ആകുക. ഒരു ഷോപ്പുണ്ട്, അതിൽ എൻഗേജ്ഡ്, അതിന്റെ തന്നെ ടെൻഷനുണ്ട്. കാരണം ആൾക്കാർ വന്നില്ലെങ്കിൽ അതിന്റെ വാടക കൊടുക്കുന്നത് കുറച്ച് പ്രശ്നമാണ്. അപ്പം അവർക്ക് അതിൽ നിന്ന് മോചിതയായി മാറാനായിട്ട് സാധിക്കുന്നേ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷന് നമ്മൾ വേറെ ഡയബറ്റീസിന്റെ ഒക്കെ മരുന്ന് കൊടുത്താലും അവർക്ക് ആ ടെൻഷൻ എന്ന് പറയുന്നത് ഒഴിവാകാതെ അത് നിൽക്കത്തില്ല. അങ്ങനെ അങ്ങനെയുള്ള മെന്റൽ കേസില് കംപ്ലൈന്റ്, ഏതാ ഡോക്ടർ മരുന്ന് കൊടുക്കാറില്ല ഇങ്ങനെ ഷുഗർ കൂടുന്ന? ഷുഗർ ടെൻഷൻ കാരണം ഉള്ളത്. അതെ. ടെൻഷന്റെ ഏറ്റവും കൂടുതലാണ് ടെൻഷന്റെ സമയത്താ വരുന്നത് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. ആ ടെൻഷൻ കൂട്ടിയിട്ട് ആങ്സൈറ്റിയും പാനിക്കായിട്ടും മാറുന്ന അവസ്ഥയുണ്ട്. ചിലർക്ക് അത് ശരിക്കും ഫീൽ ചെയ്യും. ആഴ്സാൽവ നല്ല മരുന്നാണ്. നല്ലതായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യും. അതുപോലെ ചിലർക്ക് ആ പാനിക് കണ്ടീഷൻ കുറെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടും ആഴ്സനിക് ആൽബത്തിൽ കൂടെ. അത് ഈ വണ്ണമാവട്ടെ അല്ലേ? വണ്ണം മെന്റൽ കണ്ടീഷൻ എല്ലാം നമ്മൾ ഹയർ പൊട്ടൻസി കൊടുക്കാതെ അത് നിൽക്കത്തില്ല. ഈ പറഞ്ഞ കേസിലെ ഇഗ്നീഷ്യ എല്ലാം വണ്ണം തന്നെയാണല്ലോ കൊടുത്തല്ലേ? അതെ 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 അതെ, വണ്ണമാണ് കൊടുത്തത്. അതിന്റെ കൂടെ നമ്മുടെ മെഡിസിൻ ഡയബറ്റിക്കിനായിട്ട് വേറെ കൊടുക്കുമോ അതോ ആ ഈ കൊടുക്കും കൊടുക്കും കൊടുക്കും. മെഡിസിൻസ് ഉണ്ടല്ലോ, സെസിജിയ ഉണ്ട്, ജിംനിമ ഉണ്ട്, സഫാലാൻഡ്ര ഉണ്ട്, കുർക്കുമ ഉണ്ട്. അങ്ങനൊക്കെ മെഡിസിൻസ്. കൊക്ക എന്ന് പറയുന്ന മെഡിസിൻ നല്ലതാണ്. എല്ലാം അതൊക്കെ ടിഞ്ചർ ഫോമാണ്. ഒന്നീ 3X അല്ലെ ടിഞ്ചർ ഫോമിന്റെ അതുകൂടെ കൊടുത്താല്. പിന്നെ ചിലർക്ക് സ്കിന്നിന്റെ പുറത്ത് കംപ്ലൈന്റ് ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൂടെ ചേർത്ത് ഏതാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതുകൂടെ കൊടുക്കണം നമ്മൾ. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ആർക്കും തന്നെ ഒന്നും കൂട്ടിച്ചേർക്കാനില്ലേ? അനുഭവങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണേ. ഹരിഹരൻ സാർ ഉണ്ടല്ലോ സാറ്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്താൽ മതി, കോ ഹോസ്റ്റ് ആണ്. ആർക്കും പ്രത്യേകിച്ച് ഇന്നൊന്നും പറയുന്നില്ല.
എന്തായാലും ഡോക്ടർ പറഞ്ഞ കാര്യം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പല രോഗങ്ങളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അത് നമുക്ക് അനുഭവത്തിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതുമാണ്. ഇനി കേൾക്കാമോ മുമ്പ് ആ ഡോക്ടറെ? ഷഫീഖ് ഡോക്ടർ പറഞ്ഞു. അല്ല, ഇങ്ങനെയുള്ള കേസുകളില് എനിക്കൊരു പെൺകുട്ടി, അവര് ഡിഗ്രിക്ക് പഠിക്കുന്ന, BA പഠിക്കുന്ന കുട്ടിയാണ്. പരീക്ഷയുടെ ടൈമില് പെട്ടെന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടും വരും, എന്തോ തൊണ്ടയിലൊന്ന് തടഞ്ഞിരിക്കും മാതിരി. അവസാനം അവര് പെട്ടെന്ന് എക്സാം നടക്കുകയില്ല, അതുകൊണ്ട് പെട്ടെന്ന് അലോപ്പതിയിൽ കൊണ്ടുപോയി ഡോക്ടറെ എല്ലാ സിസ്റ്റം അവര് ഗ്യാസ്ട്രോയിൽ ആദ്യം കാണിച്ചു. ലാസ്റ്റിൽ അവസാനം അവര് ഹിസ്റ്റീരിക്കലാണെന്നുള്ള രീതിയിൽ മെന്റൽ ഇതിലോട്ട് പോയി. അവസാനം അത് കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ മദർ BP-ക്കൊക്കെ എൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ നമ്മള് ആ സിംറ്റം വെച്ചിട്ട് ഞാൻ വെറും ഇഗ്നേഷ്യ 200, 1000 കൊടുത്തില്ല, 200 ആണ് കൊടുത്തത്. 3-ാം ദിവസം മുതൽ ആ കുട്ടി ഓക്കെ ആയി. അപ്പൊ നമ്മുടെ മെഡിസിന് വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ട്. അതേപോലെ വേറൊരു കേസ്, ഇതേപോലെ പുള്ളി ഇതാണ് ഇതിന്റെയൊക്കെ വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ്, നമ്മളല്ലേ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പുള്ളി ഗേറ്റിന്റെ അതുവരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ലാറ്ററിൽ പോയിട്ട് പിന്നെ പോകും. അത് അർജന്റ് നൈട്രിക്കും കൊടുത്തു, അത് നല്ലവണ്ണം ക്ലിയർ ആയി. ഇതെല്ലാം ഇവരിങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ അലോപ്പതിയിൽ പോയി പല സ്പെഷ്യലിസ്റ്റുകളെയും കണ്ടിട്ട് കുറവില്ലാതെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസിലൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്കുണ്ട്. വേറെയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ എനിക്കിപ്പോ ഓർമ്മ വന്ന ഈ 2 കേസാണ്. നന്ദി ഡോക്ടറെ. നമുക്ക് പ്രീത ഉണ്ണി ഡോക്ടർക്ക് ഒരു നന്ദിയും കൂടെ പറയണേ ഷഫീഖ് ഡോക്ടറെ. എന്താണെങ്കിലും ഡോക്ടറുടെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനിയും പുതിയ സബ്ജക്റ്റുകളുമായിട്ട് ക്ലാസ് എടുക്കാൻ വരിക. IFPCന്റെ പേരിലും അതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അഗീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, നന്ദി ഷഫീഖ് ഡോക്ടറെ. 2 കേസുകൾ പങ്കുവെക്കുകയും കൂടി ചെയ്തതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തില് ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത ഇന്നത്തെ ഈ സൂം വെബിനാർ വിജയകരമാക്കി തീർത്ത പ്രീത ഉണ്ണി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വീണ്ടും ക്ലാസ്സുകൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 2154-ാം പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു മറിയമ്മ ഡോക്ടറെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.